വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കലത്താണി പ്രദേശത്ത് ജനവാസ മേഖലയായ പാങ്ങാടച്ചിറ വെള്ളച്ചാലിലേക്ക് കക്കൂസ് മാലിന്യം അനധികൃതമായി ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 15-ാം വാർഡ് കൌൺസിലർ റഹ്മാബിയുടെ നേതൃത്വത്തിൽ സമീപവാസികളും വളാഞ്ചേരി നഗരസഭാ ഹെൽത്ത് വിഭാഗവും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓരോ ഡയറ്റ് പ്ലാൻ. ഡോക്ടർ ബി, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ കരിങ്കലത്താണി പാങ്ങാടച്ചിറ വെള്ളച്ചാലിലേക്ക് കക്കൂസ് മാലിന്യം അനധികൃതമായി ഒഴുക്കിവിട്ട സംഭവം പ്രദേശത്ത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. സംഭവത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ജനസാന്ദ്ര മേഖലയായ പാങ്ങാടച്ചിറ വെള്ളച്ചാലിലാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് 15-ാം വാർഡ് കൌൺസിലർ റഹ്മാബിയുടെ നേതൃത്വത്തിൽ സമീപവാസികളും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ മലിനീകരണത്തിന്റെ ഗൌരവം വിലയിരുത്തിയ അധികൃതർ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു. പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഐറിഷ് പദ്ധതിയുടെ ഭാഗമായി വെള്ളച്ചാൽ ശുചീകരണത്തിനെ തുടർന്ന് വർഷങ്ങളായുള്ള മലിനീകരണത്തിൽ നിന്ന് മോചനം ലഭിച്ചുവെന്ന ആശ്വാസത്തിലായിരുന്നു പ്രദേശവാസികൾ. ഇതോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പാങ്ങാടച്ചിറയോട് ചേർന്നുള്ള നടപ്പാതയുടെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് വീണ്ടും കക്കൂസ് മാലിന്യം വെള്ളച്ചാലിലേക്ക് ഒഴുക്കിവിട്ട സംഭവം കണ്ടെത്തിയത്. ഇതോടെ പാങ്ങാടച്ചിറ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മലിനജലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്കും വ്യാപിച്ച് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യം ഉണ്ടായതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. ആരോഗ്യ ഭീഷണി ഒഴിവാക്കാൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിരീക്ഷണം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള വിഷൻ, വളാഞ്ചേരി.